ഹലോ ഗൈസ്, വെൽക്കം ടു നാടൻ രുചിമേളം. നാട്ടിൽ നിന്ന് കെട്ടിച്ചോന്ന് കൊണ്ടുവന്ന പച്ചച്ചക്ക അവനെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ അതിനെടുത്ത് വെള്ളത്തിയിട്ട് തണുപ്പൊക്കെ മാറ്റിയിട്ട് ചക്ക വയ്ക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ചക്കയില്ലാത്ത സീസണിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അവനെ ചെറുതായിട്ട് നുറുക്കി ചട്ടിയിലിട്ട് അവനൊന്ന് വേവിക്കാൻ പോവാം. ചട്ടിയിലേക്ക് ഇട്ട് വേവിക്കാനാകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിലിട്ടാണ് വേവിച്ചത്. അപ്പോൾ അത് വെന്ത് അവിടെ റെഡിയാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാനിൽ നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ കടുകൊക്കെ പൊട്ടിച്ച് അതിനെ ഒന്ന് മസാലയൊക്കെ പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ചെറിയുള്ളി ചതച്ച് അതുമെല്ലാം അതിനകത്തുണ്ട്. ഈ ചെറിയുള്ളിയൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ടൈപ്പ് കറിയാണെങ്കിലും എന്താണേലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് തേങ്ങ ചിരണ്ടിയത്, തേങ്ങാപ്പീരയും അതിൻ്റെ കൂടെ ഇട്ട് അപ്പോൾ ആ മസാലയെല്ലാം ചേർന്ന് അത് നല്ലോണം മിക്സാക്കി തേങ്ങാപ്പീരയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി ചെറിയൊരു ക്രിസ്പി മോഡിലെത്തും. അപ്പോൾ അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെന്തിരിക്കുന്ന ചക്ക വെച്ചത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചാണേ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് രണ്ടും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളി ചക്ക വെച്ച കിട്ടും. അത് ഈ മുളകൊക്കെ ഇടിച്ചിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ചക്ക വയ്ക്കുന്നത്. തേങ്ങ അരച്ചും വയ്ക്കും, നമ്മൾ ഇങ്ങനെയും വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചാലും തേങ്ങ അരച്ച് വെച്ചാലും എങ്ങനെ വെച്ചാലും ചക്ക വെച്ചത് വേറെ ലെവലാണ്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒക്കെ ഇതുപോലെയൊക്കെ ചക്ക വെച്ച് കഴിക്കുക. ഓക്കെ, ബൈ.